നമസ്കാരം ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊടും ചൂട് തുടരുകയാണ്. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് സ്കിൻ കെയർ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ ചൂടുകാലത്ത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ അന്നു ജയൻ. സ്വാഗതം ഡോക്ടർ ലേഡീസ് ബാൻഡിലേക്ക്. ഡോക്ടർ, നമുക്ക് വലിയ ആശങ്കയുള്ള സമയമാണ് കടന്നു പോകുന്നത്. ഇനിയും ഒരാഴ്ച കൂടിയൊക്കെ ഈ ഉഷ്ണതരംഗം നിൽക്കുമെന്ന് പറയുമ്പോൾ പകൽ സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ശരിക്കും പേടിയാണിപ്പോൾ. ഈ സൺബേൺ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം നമുക്കെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഉണ്ട്. ഡോക്ടർ, എന്താണ് ഒരു ആമുഖമായി പറയാനുള്ളത്? ആമുഖമായി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം എല്ലാവർക്കും. കൊടും ചൂട്, ഈ ചൂടത്തേക്ക് നമ്മൾ അധികം പുറത്തിറങ്ങുന്നത് സ്കിന്നിന് മാത്രമല്ല, മൊത്തം ബോഡിക്ക് തന്നെ ഡെഫിനറ്റ്ലി ഹാംഫുള്ളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ സൂക്ഷിക്കുക. അതായത് നല്ലോണം വെള്ളം കുടിക്കുക. ഒരു ദിവസം 3-4 ലിറ്റർ വെള്ളം കുടിക്കുന്നത് കൂടാതെ തന്നെ നമ്മൾ കൂടുതലും വെയിലത്ത് അധികം ചൂടുള്ള സമയത്ത് പോകാതിരിക്കുക. ബിറ്റ്വീൻ 10 AM ആൻഡ് 2 PM 10 മണിക്കും 2 മണിക്കും ഇടയ്ക്കാണ് ഏറ്റവും വെയിലുള്ളത്. ആ സമയത്ത് അധികം പുറത്തിറങ്ങാതെ വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങത്തേക്ക് മാറ്റി വയ്ക്കുക. അതല്ല വെയിൽ കൊണ്ടേ തീരുന്നുള്ളതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് എടുക്കുക. കോൾഡ് വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൻ്റെയോ അല്ലെങ്കിൽ വെറും വെള്ളത്തിൻ്റെയോ സിപ്പ് എടുത്തുകൊണ്ടിരിക്കുക. ഡീഹൈഡ്രേഷൻ ബോഡിയിൽ വരാതിരിക്കുക. ഇനി സ്കിന്നിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് വെയിലടിച്ചിട്ട് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് നമുക്ക് അമിതമായിട്ടുള്ള പൊള്ളലിട്ടിട്ട് സൺബേൺ മുതലായവയൊക്കെയാണ് വരുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ സൺസ്ക്രീൻ നമ്മളൊരു പുറത്തേക്ക് ഇറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് അപ്ലൈ ചെയ്താൽ ഒരു 3-4 മണിക്കൂർ ഇടവിട്ട് അപ്ലൈ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. ഈ കാൽനടയായിട്ടുള്ളവരൊക്കെ സാധാരണ ഈ ഒഴിവാക്കുക ആ സമയത്തുള്ള യാത്ര. പക്ഷെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് 2 വീലറിൽ യാത്ര ചെയ്യുന്നവരെ ആയിരിക്കും. അവർ ഈ ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കുന്നു, പിന്നെ പെട്ടെന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ച് 2 വീലർ തന്നെ എടുത്തുകൊണ്ട് ഇറങ്ങുന്നവരും ഒട്ടും കുറവല്ല. അപ്പോൾ അവരുടെ ഈ കാലിലും കൈകളിലും ഉണ്ടാകുന്ന, ഡോക്ടർ നേരത്തെ പറഞ്ഞു സൺബേൺ അല്ലെങ്കിൽ ടാൻ എന്നൊക്കെ പറഞ്ഞു, നമ്മൾ എങ്ങനെ പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ സൺസ്ക്രീനൊക്കെ ഇറങ്ങിയാൽ പോലും നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. പല സമയത്തും ഈ കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അറിയാതെ തന്നെ സൺബേൺ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഡോക്ടർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ അത് കൂടാതിരിക്കാൻ വേണ്ടി, ഉള്ള സൺബേൺ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മോയ്സ്ചറൈസർ അഥവാ ഇമോളിയൻസ് നല്ലോണം യൂസ് ചെയ്യുക എന്നുള്ളത്. നല്ല ഏതെങ്കിലും മോയ്സ്ചറൈസർ നല്ലോണം, അതായത് ഈ ഓവർ ദ കൗണ്ടറായിട്ട് കിട്ടുന്നതല്ലാതെ നമ്മൾ മെഡിക്കേറ്റഡ് മോയ്സ്ചറൈസേഴ്സ് നല്ല ബ്രാൻഡുകളൊക്കെ അവൈലബിൾ ആണ്. അത് ഡോക്ടറിനെ കണ്ടോ അല്ലാതെയോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ടാണെങ്കിലും മേടിക്കാം. നല്ലോണം അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസേഴ്സ്. അതാണ് ബേസിക് സ്കിൻ കെയർ ആയിട്ട് ചെയ്യാവുന്നത്. നമ്മൾ സ്കിന്നിന് അതിൻ്റെതായ രീതിയിൽ തന്നെ ഹീൽ ചെയ്യാനുള്ള ടൈം കൊടുക്കുക. ആ സമയത്ത് അയ്യോ എൻ്റെ സ്കിന്നിൽ പൊള്ളലേറ്റു എന്ന് പറഞ്ഞാൽ വേഗം തന്നെ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ, പലരും ചെയ്യുന്ന അബദ്ധമാണത്, സ്കിൻ പൊള്ളി അപ്പോൾ പെട്ടെന്ന് മാറാനായിട്ട് എന്തെങ്കിലും ഫേഷ്യലോ ട്രീറ്റ്മെൻറ്റോ ചെയ്യാന്നിരിക്കും. ഒരിക്കലും ചെയ്യരുത്. സ്കിന്നിന് അതിൻ്റെതായ സമയമെടുത്ത് തന്നെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ഹീലിംഗ് ടൈം, സൺബേൺ ആയിക്കഴിഞ്ഞ സ്കിൻ ഹീൽ ചെയ്യാൻ ചിലപ്പോൾ വെറും ഒരു 2-3 ദിവസം മതിയാവും, ചിലപ്പോൾ 14 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ സംശയമുള്ളപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് അഥവാ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കി തന്നെ വേണം അതിൻ്റെ പോസ്റ്റ് കെയർ ചെയ്യാനായിട്ട്. ഡോക്ടർ, എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കും നമ്മുടെ സ്കിന്നിന് ചേരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് എപ്പോഴും സംശയം വരുന്നൊരു കാര്യമാണ്, ഇതെനിക്ക് യോജിക്കുമോ, അല്ലെങ്കിൽ ഇത് ഈ വെയിലത്ത് നമുക്കിത് ഗുണമാകുമോ എന്നൊക്കെയുള്ള കാര്യം. അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഡോക്ടറുടെ ഒരു ഇത്, എങ്ങനെ ആളുകൾ ഇപ്പോഴും അങ്ങനെ ചോദിക്കാറുണ്ടോ ഏത് സൺസ്ക്രീനാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെയുള്ളത്? എല്ലാവരും ചോദിക്കുന്ന ഏത് സൺസ്ക്രീനാണ് എനിക്ക് സൂട്ടബിൾ, എത്ര SPF വേണം, 50 SPF വേണോ, 100 SPF വേണോ? നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മിനിമം 40-40 എങ്കിലും SPF വേണം. SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രൊട്ടക്ഷനിൽ 40% കൂടുതൽ, 40 ടൈംസ് കൂടുതലായിരിക്കും നിങ്ങളുടെ പ്രൊട്ടക്ഷൻ. അതാണ് SPF 40 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ മിനിമം 40 വേണം. ഇനി എത്ര SPF ഉണ്ടെങ്കിലും റീഅപ്ലിക്കേഷൻ, അതായത് ഒരു 3 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നമ്മൾ റീഅപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ഏത് സൺസ്ക്രീനും നമുക്ക് സൂട്ടബിൾ ആയിരിക്കാം. അപ്പോൾ അതിനകത്ത് കണ്ടൻസ് നോക്കുകയാണെങ്കിൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, അവോബെൻസോൺ, അങ്ങനെ പല പല കണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടൻസ് എല്ലാം നമുക്ക് സൂട്ടബിൾ ആയിരിക്കും. നമുക്ക് ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫീൽ ഓഫ് ദ പ്രൊഡക്റ്റ് ഓൺ യുവർ ഫേസ്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ഓയിലി ഫേസ് ആണെങ്കിൽ എങ്ങനത്തെ ആയിരിക്കും സൂട്ടബിൾ, ഡ്രൈ ഫേസ് ആണെങ്കിൽ എങ്ങനത്തെ ആയിരിക്കും സൂട്ടബിൾ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കോസ്മെറ്റിക് അപ്പിയറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാണ്
കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ചൂസ് ചെയ്യാന്നുള്ളത് ഒഴിച്ചാൽ ഏത് സൺസ്ക്രീനും നിങ്ങൾക്ക്, അതായത് ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡ്സ് ആയ ഏത് സൺസ്ക്രീനും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പ്രൊട്ടക്ഷൻ നൽകുന്നതായിരിക്കും. ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഒരു ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടലാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മൾ പല്ല് സംരക്ഷിക്കുന്നത് പോലെ അല്ല, അതായത് ഡെയിലി നമ്മൾ ബ്രഷ് ചെയ്യുന്നത് പോലെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത്. ഡോക്ടർ അങ്ങനെ ഈ ബോധവൽക്കരണമൊക്കെ കൊടുക്കാറുണ്ടോ അടുത്തേക്ക് വരുന്നവർക്ക്, ഇങ്ങനെ ചോദിച്ചു വരുന്നവർക്ക്? ഈ ചർമ്മ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന കാര്യം ഇത് തന്നെയാണോ ഡോക്ടർ? സൺസ്ക്രീൻ മസ്റ്റായിട്ടും ഉപയോഗിക്കണം എന്ന് ഞാൻ ആരോടും ചെന്ന് പറയാറില്ല. അതായത് നമുക്ക് സ്കിന്നിൻ്റെ അടിയിൽ ആവശ്യത്തിന് മെലനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ട്. ഇതില്ലാത്തവരാണ് ഫോറിനേഴ്സ്, വെളുത്ത ആൾക്കാർ, അവർക്ക് സ്കിന്നിൽ മെലനിൻ ഇല്ല. അപ്പോൾ അവർക്ക് ക്യാൻസേഴ്സ് പെട്ടെന്ന് വരും, അവരുടെ സ്കിൻ പ്രൊട്ടക്റ്റഡ് അല്ല. അപ്പം അങ്ങനെയുള്ളവർ, ആ ഒരു സ്കിൻ ടൈപ്പ് 3 എന്ന് ഞങ്ങൾ പറയുന്ന ആ സ്കിൻ ടൈപ്പ് ഉള്ളവർ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. വെയിൽ കാരണം അവർക്ക് ക്യാൻസർ വരാം. പക്ഷെ നമ്മൾ, അതായത് സ്കിൻ ടൈപ്പ് 4, 5, നമ്മളൊക്കെ ഇന്ത്യയിലുള്ളവരൊക്കെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കരിവാളിക്കും, പിന്നെ മുഖത്ത് പെട്ടെന്ന് ലൈൻസ് ആൻഡ് റിങ്കിൾസ് വരും, ഫ്രെക്കിൾസ് വരും. ഇതൊക്കെ കോസ്മെറ്റിക് കൺസേൺസ് ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ബോധേഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പിന്നെ സൂര്യപ്രകാശം ഏൽക്കുന്നതുകൊണ്ട് കൂടുന്ന ചില അസുഖങ്ങളുണ്ട്. കരിമംഗലം, മെലാസ്മ, അതൊക്കെ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കൂടും. അപ്പോൾ മെലാസ്മ എനിക്ക് അധികം കൂടണ്ട എന്ന ആഗ്രഹമുണ്ട് എന്നൊരു പേഷ്യന്റ് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ സൺസ്ക്രീൻ ആവശ്യമാണ്. എനിക്ക് ഒരുപാട് കരിവാളിപ്പ് വേണ്ട ഡോക്ടർ, ഈ കരിവാളിപ്പ് എനിക്ക് കുറയ്ക്കണം, എൻ്റെ മുഖത്തിന്റെ ചർമ്മകാന്തി കൂട്ടണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സൺസ്ക്രീൻ അവിടെ ഡെഫിനറ്റ്ലി റോൾ ഉണ്ട്. പിന്നെ സൺ അലർജി, പോളിമോർഫസ് ലൈറ്റ് റപ്ഷൻ എന്ന് പറഞ്ഞ സൺ അലർജീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ സൺ ഇൻഡ്യൂസ്ഡ് ആയിട്ട് അലർജീസോ ഡിസീസോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ കൂടുന്ന മെലാസ്മ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. അതല്ല, വെയിൽ കാരണം ഇച്ചിരി കരിവാളിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഇച്ചിരി ലൈൻസോ റിങ്കിൾസോ കൂടുന്നു, ഇച്ചിരി ഫ്രെക്കിൾസ് വരുന്നു, ഞാൻ അതിനെക്കുറിച്ച് ബോധേഡല്ലേ, വേണ്ട, ഉപയോഗിക്കേണ്ട, സിമ്പിൾ. ഓക്കെ ഡോക്ടർ, നമ്മൾ സൺബേണിനെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വേനൽക്കാലത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുമ്പോഴാണെങ്കിലും വീടിനുള്ളിലിരിക്കുന്നവരുടെ കാര്യം എടുക്കുന്നതാണെങ്കിലും ചൂടുകുരു വലിയൊരു വില്ലനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ചൂടുകുരു ഇങ്ങനെ കൂടിയിട്ട് പിന്നെ അത് പുകച്ചിലാകും, ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളിലൊക്കെ അത് വളരെ കൂടുതൽ വരും. അപ്പോൾ നമ്മളെപ്പോഴും സാധാരണ എന്തെങ്കിലുമൊക്കെ പൗഡറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കാമോ, അതിനെക്കുറിച്ചൊന്ന് പറയാം. വളരെ വാലിഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ കൂടുതലും കാണുന്നത് എൻ്റെ ക്ലിനിക്കൽ സ്കിൻ എസൻസിൽ ഞാൻ കൂടുതലും കാണുന്നത് കോസ്മെറ്റിക് പേഷ്യൻസ്, കോസ്മെറ്റിക് ഡെർമറ്റോളജി പേഷ്യൻസിനാണെങ്കിലും ഇപ്പോൾ ഒരു ദിവസം ഒരു മിനിമം 2 പേര് വരുന്നത് ചൂടുകുരു, അത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വരുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വേനൽക്കാലത്ത് 2 നേരം കുളിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെള്ളം നല്ലോണം കുടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത്. കോട്ടൺ വസ്ത്രങ്ങൾ, നാച്ചുറൽ കോട്ടൺ വസ്ത്രങ്ങൾ നല്ല പോറസ് ആയിരിക്കും. അപ്പം അതിൽ കൂടെ നമ്മൾ വേർത്താലും കാറ്റ്, ഫാൻ്റെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാറ്റ് കൊണ്ട് ആ വേർപ്പ് ആവിയായി പോകും. വേർപ്പ് അവിടെ ഇരിക്കരുത്. വേർപ്പ് അവിടെ ഇരിക്കുമ്പോഴാണ് ചൂട് കാരണം ചൂടുകുരു വരുന്നതും ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നതും. അതുകൊണ്ട് ബ്രീസി ആയിട്ടുള്ള ലൂസ് ഫിറ്റിംഗ് കോട്ടൺ ഗാർമെന്റ്സ് ഉപയോഗിക്കുക. ഫാൻ്റെ അടിയിലോ ബ്രീസി ആയിട്ടുള്ള റൂംസിലോ ഇരിക്കുക. നമ്മൾ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ പുറത്തിറങ്ങിയേ പറ്റൂ അല്ലേ. അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മൾ വേർക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ അന്നേരം ടാൽക്കം പൗഡറോ ഈവൻ ആൻറ്റി ഫംഗൽ പൗഡേഴ്സോ നിങ്ങൾ പറയുന്ന പോലെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചൂടുകുരു ചെറുതായിട്ട് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് സൂത്തനിങ് ലോഷൻസ് പോലെ കലാമിനോ അല്ലെങ്കിൽ ലിക്വിഡ് പാരഫിനും കലാമിനും കൂടെയുള്ള ലോഷൻസ് ഒക്കെ അവൈലബിൾ. അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ ചൂടുകുരു പെട്ടെന്ന് വലിയുകയും പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും. ശരി. അപ്പോൾ ഡോക്ടർ, നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സാധാരണക്കാർ, അതായത് ജോലിക്ക് പുറത്തിറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ചൂട് സമയത്ത് വീടിനകത്തിരിക്കുന്നവർ പോലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇനി നമ്മൾ പോകുന്നത് നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ എനിക്ക് റിങ്കിൾസ് ഒന്നും വരണ്ട, എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒന്നും വേണ്ട എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് മോഡേൺ ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് മാറ്റാനുള്ള ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികൾ നിങ്ങളുടെ പക്കലുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ഡോക്ടറെ സമീപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏജും ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ ഡോക്ടർ? ഏജും സ്കിന്നും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമ്മുടെ സ്കിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ്, ലാർജസ്റ്റ് ഓർഗനാണ്, പുറമേ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ ഓരോ അവയവങ്ങൾക്കും പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്കിന്നിനും പ്രായം കൂടും. അതനുസരിച്ച് നമുക്ക് പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ടീനേജേഴ്സിലൊക്കെ നമ്മൾ കൂടുതലും കാണുന്ന മുഖക്കുരു, അതാണ് ടീനേജേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും കരിവാളിപ്പ് സെറ്റിൻ ചെയ്യുന്നു. 20കളാകുമ്പോഴത്തേക്കും മുഖക്കുരു ഉണ്ട്, പക്ഷെ കരിവാളിപ്പം വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ലൈൻസും റിങ്കിൾസും, നെറ്റിയിൽ ചുളിവുകൾ വരുന്നു, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ കണ്ണിന് ചുറ്റും ചുളിവുകൾ വരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ സ്കിൻ തൂങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ പിമ്പിൾസ്, പിഗ്മെന്റേഷൻ, ലൈൻസ്, റിങ്കിൾസ്, സാഗിങ് സ്കിൻ, പിന്നെ പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഉള്ളതാണ് മുടികൊഴിച്ചിലാണ് വേറൊരു കൺസേൺ. ഇങ്ങനെ ഏജ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുമെങ്കിലും എല്ലാ തരത്തിലുള്ള കൺസേൺസും വരാറുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും ഈവൻ ഫ്രണ്ട്സിനോടും പറയുന്നത് സ്കിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അത് പകുതിയിലധികം പാരമ്പര്യമാണ്. അപ്പം നമ്മൾ ഹൗ യു ആർ ബോൺ, നമ്മുടെ ആ ഒരു നമ്മൾ എന്ത് ജീൻസാണ് ക്യാരി ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ സ്കിന്നിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതനുസരിച്ചായിരിക്കും നമ്മുടെ ഏജിങ്ങും. ശ്രദ്ധിച്ചറിയാൻ നമ്മൾ മിക്കവാറും ഏജ് ചെയ്യുന്നത് നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ അമ്മേനെ പോലെയാണ്. നമ്മുടെ അമ്മമാർ ഏജ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ ഏജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ പെങ്ങന്മാർ. അപ്പം നമുക്ക് ഗ്രാൻഡ് മദേഴ്സ് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഹെറിഡിറ്ററി, പിന്നെ പുറമേയുള്ള നമ്മുടെ എക്സ്റ്റേണൽ എൻവയൺമെന്റ്, നമ്മുടെ പുറത്തെ കാലാവസ്ഥ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ചൂടാണല്ലോ, അപ്പോൾ നാച്ചുറലി കൂടുതൽ കരി വലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിലല്ല. അതായത് പാരമ്പര്യവും കാലാവസ്ഥയും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിലുള്ളതും നമുക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതുമാണ് നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും. അപ്പം ഉറക്കം ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ എപ്പോഴും പറയും 11 മണിക്കെങ്കിലും കിടന്ന് ഉറങ്ങാൻ നോക്കുക. കണ്ടിന്യൂസ് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങുവാണെങ്കിൽ നത്തിങ് ബെറ്റർ ഫോർ സ്കിൻ ആൻഡ് ഹെയർ. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു മിനിമം 3-4 ലിറ്റർ വെള്ളം കുടിക്കുക. വൈറ്റമിൻ സി ആണ് ഫ്രൂട്ട്സിലുള്ളത്. അപ്പോൾ നമുക്ക് ഡയബറ്റിക് ആയിട്ടോ വേറെ ഡയറ്റീഷ്യൻ പറഞ്ഞിട്ട് റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഒരു ഓറഞ്ചോ ഒരു ആപ്പിൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ 3-4 നേരം ഭക്ഷണം കഴിക്കുന്നതിൽ 2 നേരമെങ്കിലും ബാലൻസ്ഡ് മീൽ കഴിക്കുക. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതായത് നമ്മൾ സ്കിൻ എന്ന് പറഞ്ഞാൽ സ്കിൻ മാത്രമല്ല, മൊത്തം ബോഡിയുടെ ഭാഗമാണ് സ്കിൻ. മൈൻഡുമായിട്ടും കണക്റ്റഡുമാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ സന്തോഷമായിരിക്കുകയാണെങ്കിൽ അത് നാച്ചുറലി സ്കിൻ റിഫ്ലക്റ്റ് ചെയ്യും. എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ട്, എല്ലാവർക്കും, തനിക്കും എനിക്കും എല്ലാവർക്കും. അപ്പം നമ്മൾ ആ ടെൻഷനൊക്കെ മാറ്റാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നീന്തൽ പഠിക്കാൻ പോകുന്ന ഇഷ്ടമാണോ, അതല്ലെങ്കിൽ നമുക്ക് സൂംബയ്ക്കാണോ ഇഷ്ടം, യോഗയാണോ ഇഷ്ടം, ഗാർഡനിങ് ആണോ ഇഷ്ടം, വായിക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ യൂട്യൂബിൽ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാനാണോ ഇഷ്ടം, ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ. ഞാനിത് സ്ട്രെസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഒരുപാട് ബെറ്റർ ആവും. നമ്മൾ ഉള്ളിൽ നിന്ന് കുറച്ച് ഹാപ്പിനെസ് വരുന്നു, നമ്മൾ ഡയറ്റ് ചെയ്യുന്നു, നമ്മൾ കുറച്ചൊരു എന്താ പറയുക റെഗുലറായിട്ട് നമ്മളൊരു റുട്ടീൻ ചിട്ടയായ ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ഡിസിപ്ലിൻ നമ്മൾ എടുക്കുന്നെങ്കിൽ തന്നെ സ്കിൻ ബെറ്റർ ആവും. അതിൻ്റെ കൂടെ ദെൻ കംസ് താൻ ആദ്യം ചോദിച്ച പോലെ സൺസ്ക്രീൻ. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇഫ് യു ആർ ടേക്കിംഗ് കെയർ ഓഫ് യുവർ സ്കിൻ ഇസ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. മോയ്സ്ചറൈസറും സൺസ്ക്രീൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മുഖക്കുരു ആണെങ്കിൽ അതനുസരിച്ച മരുന്നുകൾ. അപ്പം എന്താണ് പറയുന്നത്, ഇപ്പോൾ പീൽസ്, കെമിക്കൽ പീൽസ് ഒക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ. ഒരു 1 in 14 days ഒരു 3-4 പ്രാവശ്യം പീൽ ചെയ്ത് മുഖക്കുരുവൊക്കെ നല്ലോണം കുറയും. അതുപോലെ നമ്മൾ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഒക്കെയാണ് ബൊട്ടോക്സ്, ഫില്ലേഴ്സ് ഒക്കെ പറഞ്ഞ മരുന്നുകളുണ്ട്. അത് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്, അയ്യോ ഇഞ്ചക്ഷൻ ആണെന്ന്. പക്ഷെ അത്ര എന്താണ് പെയിൻലെസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തീരുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇതൊക്കെ. ഇത് ചെയ്താൽ നമ്മുടെ സ്കിൻ ബെറ്റർ ആവും. പിന്നെ ഇഞ്ചക്ഷൻ പേടിയുള്ളവർക്കാണ് ഇഞ്ചക്ഷൻ അല്ലാത്ത ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ്. അതെ ഡോക്ടർ, നമുക്കിത് ഓരോന്നും എനിക്ക് തോന്നുന്നു വിശദമായിട്ട് തന്നെ പറയാൻ തോന്നുന്നു. ഡോക്ടറെ കൈ കിട്ടിയോണ്ട് കൂടുതലും അതിങ്ങനെ എടുക്കാം, നമുക്ക് ആൾക്കാർക്ക് കേൾക്കാനും താല്പര്യമുള്ള വിഷയമാണ്. ഡോക്ടർ നേരത്തെ ഇപ്പോൾ മുഖക്കുരു പറഞ്ഞു, അത് പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ചെറിയ ഈ കൗമാരത്തിൽ വരുന്ന മുഖക്കുരു ചില ആളുകൾക്ക് അത് വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഈ മുഖക്കുരു ഭയങ്കരമായിട്ട് അവർക്ക് ദോഷം ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ വലിയ പ്രോബ്ലം ആയിട്ട് അവർ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ റെമഡീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ചികിത്സകൾ അതിന് വരുന്നുണ്ട്. ഡോക്ടർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യുന്നത് പറഞ്ഞ പോലെ പീൽ ഓഫ് ഒക്കെ പറഞ്ഞത്, അത് എങ്ങനെയാണ്? അത് വേദന എടുക്കുന്നതാണോ, അതിന്റെ ചെലവ് വളരെ കൂടുതലാണോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? മുഖക്കുരുവിൻ ഈ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യം. അപ്പം നമ്മളൊരു ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ആദ്യം പേഷ്യൻറ്റുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുത്ത് മനസ്സിലാക്കുക. അതായത് ചിലർക്ക് ചിക്കൻ പൊരിച്ചത് കഴിച്ചാൽ മോക്കുരു കൂടുന്നു, പക്ഷേ ചിക്കൻ കറി വെച്ചത് കഴിച്ചാൽ കൂടുന്നില്ല. ചിലർക്ക് ചീസ് കഴിച്ചാൽ മോക്കുരു കൂടുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോൾ ഒരു ഡെർമറ്റോളജിസ്റ്റെ കണ്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. അപ്പോൾ ഹിസ്റ്ററി ടേക്കിംഗ് ഏത് ഡോക്ടറും ചെയ്യുന്നതാണ്. പേഷ്യൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി ഞങ്ങൾ ആ പേഷ്യൻറ്റിന് മോക്കുരു ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അത് ആദ്യം പേഷ്യൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് മനസ്സിലാക്കി അത് ചെയ്യും. പിന്നെ നമ്മൾ ഫേസ് വാഷ്, ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിൽ കൺട്രോളിനുള്ള ഫേസ് വാഷ് വേണം. പക്ഷേ ഓയിലി സ്കിൻ ആണെങ്കിലും മോയ്സ്ചറൈസർ വേണം. അവിടെയാണ് പ്രത്യേകത. അപ്പോൾ അതിന് പറ്റിയൊരു മോയ്സ്ചറൈസർ. പിന്നെ മുഖക്കുരു പൊട്ടിക്കാതിരിക്കുക എന്ന് പേഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പം എല്ലാവർക്കും ഉള്ളതാണ്. മുഖക്കുരു ഉണ്ടെങ്കിൽ കൈകൊണ്ട് മാന്തി, ഞാനും ചെയ്തിരുന്നു കൊച്ചിലെ, കൈകൊണ്ട് മാന്തി അത് പൊട്ടിച്ച് നമ്മൾ അവിടെയൊക്കെ അതായത് നമ്മൾ രാവിലെ സ്കൂളിലോ കോളേജിലോ പോകുന്ന നേരത്ത് ഒരു കുരു പൊക്കി നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ അത് വേഗം കൈകൊണ്ടങ്ങ് പൊട്ടിക്കും. അല്ലെങ്കിൽ ഇപ്പോഴും പിള്ളേർ പിൻ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കറുത്ത പാട് വരും, കുഴി വരും, പിന്നെ അത് അതിലും വലിയ തലവേദനയാവും. അപ്പോൾ കെമിക്കൽ പീൽ എന്ന് പറഞ്ഞൊരു 1 in 14 days ചെയ്യുന്ന ഈ പ്രൊസീജിയർ പെയിൻലെസ് ആണ്, ഒട്ടും പെയിൻ ഇല്ല. വെറും ഒരു 10 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ്. ഇപ്പം എൻ്റെ അടുത്ത് ചെയ്യുന്ന പീല് ചെയ്ത് ഞങ്ങൾ ബ്ലാക്ക് ഹെഡൊക്കെ റിമൂവ് ചെയ്ത് ആക്നെ കൺട്രോൾ മാസ്ക് ഒക്കെ ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു 30-40 മിനിറ്റ്സ് എടുക്കും. അപ്പം ഇത് നമുക്കൊരു 1 in 14 days വെച്ചിട്ട് ഒരു
മന്ത്സൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല കൺട്രോൾ കിട്ടും. പക്ഷെ ചിലർക്കൊക്കെ 2-3 സിറ്റിങ്സ് മതിയാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതിന് വേറെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, അതായത് ഡയറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കണം ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ടോ എന്നും മനസ്സിലാക്കണം. അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പീരീഡ്സ് റെഗുലർ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മോക്കുരു വരും, മുടി കൊഴിച്ചിൽ വരും, മുഖത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് രോമവളർച്ച വരും. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്നും കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് കാണുന്നത്. അതായത് ചില പേഷ്യൻസ് പറയും ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ എന്ന് പറയും, ചിലർ പറയും അയ്യോ ഇതിന് ഇത്രയും റേറ്റ് ഉള്ളൂ എന്ന്. അപ്പോൾ നമുക്കത് എക്സ്പെൻസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായതുകൊണ്ട് എനിക്ക് കമ്മിറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഇത് എക്സ്പെൻസീവ് ആണെന്നോ അല്ലെന്നോ ഞാൻ പറയില്ല. പക്ഷേ ഇതിന് വേറെ പോംവഴിയുണ്ട്. വന്ന അന്ന് തന്നെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പ്രൊസീജിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ആദ്യം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ ഡയറ്റും മോഡിഫിക്കേഷനും പ്രൊഡക്ട്സും ഒക്കെ യൂസ് ചെയ്ത് ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് വിസിറ്റിന് വരുമ്പോൾ തീരുമാനിച്ചാൽ മതി നമുക്ക് പീൽ ട്രീറ്റ്മെന്റിലേക്ക് പോകണോ വേണ്ടയോ. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ ലേസർ ട്രീറ്റ്മെന്റ്സ് അതെപ്പോഴും എല്ലാവർക്കും കുറേ സംശയങ്ങളുള്ളത്, ഇതിനെന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പേടിയാണ് എല്ലാവർക്കും. അങ്ങനെ അവരോട് എന്താണ് പറയാനുള്ളത്? ഈ ലേസർ ചികിത്സകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡ് ടേം ആണ്. ഇപ്പം എൻ്റെ ഈ കൊച്ചു ക്ലിനിക്ക് തന്നെ ഞങ്ങൾക്കൊരു 4 ടൈപ്പ് ലേസറുണ്ട്. നമ്മൾ അരിമ്പാറയൊക്കെ കരിയിക്കുന്ന ലേസറുണ്ട്, പിന്നെ മുഖക്കുരുവിൻ്റെ കുഴികളൊക്കെ പൊക്കുന്ന നികത്തുന്ന ഒരു ലേസറുണ്ട്, CO2 ഫ്രാക്ഷണൽ. പിന്നെ ക്യൂസ്വിച്ച് എൻഡിയാഗ് ലേസറുണ്ട്, അത് നമ്മൾ കറുത്ത പാടുകളൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ കരിവാളിപ്പ് കുറയ്ക്കാനുള്ള ലേസറുണ്ട്. പിന്നെ മുടി അമിതമായ രോമവളർച്ചകൾ കളയാനായിട്ട് നമുക്ക് ലേസറുണ്ട്. അപ്പം അങ്ങനെ 3-4 ടൈപ്പ് ലേസർ എൻ്റെ സ്കിൻ എസൻസിൽ തന്നെ എനിക്കുണ്ട്. അതിൽ കൂടുതൽ ലേസേഴ്സ് ഓഫ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലേസേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു മെഷീൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ആ മെഷീൻ നിങ്ങളുടെ സ്കിന്നിൽ കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. പക്ഷേ ഐ ഓൾവേസ് ടെൽ എവറിത്തിങ് അണ്ടർ ദ സൺ ഇൻക്ലൂഡിങ് സൺ ഹാസ് സൈഡ് എഫക്ട്സ്. അപ്പോൾ ഈ പ്രൊസീജിയേഴ്സിനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ അവർക്ക് ഈ സൈഡ് എഫക്ട്സ് പെട്ടെന്ന് മനസ്സിലാവുകയും അതനുസരിച്ച് പെട്ടെന്ന് അത് ട്രീറ്റ് ചെയ്യുകയും 100% റിവേഴ്സിബിൾ ആക്കി തരാൻ പറ്റുകയും ചെയ്യും. അതല്ലാണ്ട് ഇത് ലോങ് ടേം ആയിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ലേസറില്ല. പലരും ചോദിക്കും ക്യാൻസർ ഉണ്ടാവുമോ, അല്ലെങ്കിൽ സ്കിൻ വെള്ളപ്പാണ്ട് പോലെ വരുമോ, അങ്ങനെയൊക്കെ ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോണില്ല. ലേസർ സേഫ് ആണ് അതർ ദാൻ ഇൻ പ്രഗ്നന്റ് വിമൻ. നമ്മൾ പ്രഗ്നൻസിയിൽ ഉപയോഗിക്കുന്നില്ല എന്നൊഴിച്ച് അതർവൈസ് ഇറ്റ്സ് എ വെരി സേഫ് പ്രൊസീജിയർ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ആർ ഗോയിങ് ത്രൂ. ഈ കോസ്മെറ്റിക് ക്ലിനിക്കുകളിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന മിക്ക പേഷ്യൻസും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ലേസർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, മറ്റൊന്ന് ഡോക്ടർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മുടി കൊഴിച്ചിൽ. അത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ചോദിക്കുന്നതിൽ 10 പേരോട് ചോദിച്ചാൽ 8 പേരും പറയും മുടി നല്ലോണം കൊഴിയുന്നുണ്ട്. അത് ഏത് കാലാവസ്ഥയിലാണെങ്കിലും അത് കേൾക്കുകയും ചെയ്യുക. ഇപ്പം ചൂടായതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പം തണുപ്പായതുകൊണ്ടായിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ഈ ആധുനിക ചികിത്സ അതെന്തൊക്കെയാണ് ഡോക്ടർ? 10 പേരല്ല 9 പേര് മുടികൊഴിച്ചിലുണ്ടെന്ന് പറയും, 10ാമത്തെ ആൾ പറയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്ന് പറയും. ഇതാണ് മുടികൊഴിച്ചിലിൻ്റെ അവസ്ഥ. ഇത് ഈ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ എന്താണ് റീസൺ ഇതിൻ്റെ പിന്നിലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം യൂഷ്വലി നമ്മളിത് വന്നു കഴിയുമ്പോൾ എത്ര നാളായിട്ടുണ്ട് എന്നൊക്കെ. ഇപ്പോൾ ഇതിപ്പം പലരും ചെയ്യാറുണ്ട്, നമ്മൾ സ്ട്രെയിറ്റനിങ്ങും പേമിങ്ങും അങ്ങനെ പല പല ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്കൊരു ഹെയർ ഫോൾ വരും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു വൈറൽ ഫീവർ അല്ലെങ്കിൽ ടൈഫോയിഡ് അല്ലെങ്കിൽ കോവിഡ്, ഡെങ്കിപ്പനി ഇതൊക്കെയെല്ലാം വന്നിട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പോസ്റ്റ് വൈറൽ എക്സാന്തി കുറച്ച് നാളത്തേക്ക് നമുക്കൊരു 1 month ഒക്കെ ഹെയർ ഫോൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഹെയർ ഫോൾ കാണുന്നത് തൈറോയ്ഡ് അസുഖങ്ങൾക്കും ഹൈപ്പോതൈറോയിഡിസം, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസിന് ഹെയർ ഫോൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഹെയർ ഫോൾ കാണുന്നത് രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്നു, അനീമിയ, അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, പിന്നെ വെജിറ്റേറിയൻസിൽ കൂടുതലായി കാണുന്ന വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ്. ഈ ഡെഫിഷ്യൻസീസിൽ നമ്മൾ ഭയങ്കരമായിട്ട് മുടികൊഴിച്ചിൽ കാണാറുണ്ട്. അപ്പം നമ്മൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ വീണ്ടും ഇൻസിസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണണം. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി നോക്കി മനസ്സിലാക്കും ഇതിലേതെങ്കിലും കാരണമുണ്ടോ എന്ന്. ഇതുണ്ടെങ്കിൽ നമ്മൾ ഇത് കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പലരും വന്നിട്ട് പറയും ഡോക്ടറെ ഹെയർ ഫോൾ ആണ്, PRP സ്റ്റാർട്ട് ചെയ്താലോ. PRP സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഹെയർ ഫോൾ എന്ന് മനസ്സിലാക്കണം. അതിനകത്ത് ഭയങ്കരമായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത് ഞാൻ പറയും നിങ്ങൾ ആദ്യം നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം. കാരണം ചിലപ്പോൾ PRPയുടെ ആവശ്യമേ ഉണ്ടാവില്ല. വൈറ്റമിൻ ഡി നമ്മൾ കൊടുത്ത് റീപ്ലനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യുന്ന ഹെയർ ഫോൾ ആണെങ്കിൽ ചിലപ്പോൾ അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമേ ഇല്ല. സോ റീസൺസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊന്നും ഇല്ലാതെ തന്നെ, അതായത് ഈ ഒരു ഡെഫിഷ്യൻസീസും ഇല്ലാതെ തന്നെ നമുക്ക് സീസണലായിട്ട് ടിലോജൻ എഫ്ലൂവിയം എന്നൊക്കെ പറയുന്ന സീസണലായിട്ട് വരുന്ന ഹെയർ ഫോളും ഉണ്ട്. പക്ഷേ എന്തിരുന്നാലും നമുക്കതിന് ചികിത്സയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇന്ന ഇയർ, അതായത് ആരും
ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ക്യാമറാമാൻ ആണെങ്കിലും ആരാണെങ്കിലും കൊല്ലത്തിൽ ഒരു മിനിമം ഒരു 3 മാസമെങ്കിലും നമ്മളൊരു വൈറ്റമിൻ സപ്ലിമെന്റ്സ് ഹെയറിൻ്റെ എടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഒരുപാട് മുടികൊഴിച്ചിൽ വരാതെ അത് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ എല്ലാ പേഷ്യൻസും അറ്റ്ലീസ്റ്റ് 3 months in a year അവർ എന്തെങ്കിലും ഹെയറിനായിട്ടുള്ള സപ്ലിമെന്റിലാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ ബയോട്ടിൻ ഗമ്മീസ് പോലുള്ളത് മേടിക്കാതെ ഡോക്ടറെ കണ്ടിട്ട് തന്നെ യൂസ് ചെയ്യുക. കാരണം ബയോട്ടിൻ എന്ന് പറയുന്നത് ഒരു സംഭവം മാത്രമാണ്. ഹെയറിന് ആവശ്യമുള്ള പല മിനറൽസും പല വൈറ്റമിൻസും ഉണ്ട്. അതെല്ലാം കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഹെയറിനായിട്ടുള്ള ടാബ്ലറ്റ്സ് തന്നെ കഴിച്ചാലേ മുടി കൊഴിച്ചിൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ഡോക്ടർ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുക, നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ എല്ലാം ബിസിനസ് ആണെന്ന് പറയും. പക്ഷേ ഡോക്ടർ സംസാരിക്കുന്നത് എനിക്കൊരു വ്യത്യാസം തോന്നിയത് എല്ലാം അതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞു ഹെയർ ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഒരാൾ ഏറ്റവും ഉയർന്ന ട്രീറ്റ്മെൻറ്റാണ് ചോദിക്കുന്നതെങ്കിൽ അതല്ല, ഞാൻ നോക്കട്ടെ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ എനിക്കതിലൊരു വളരെ പോസിറ്റീവായിട്ട് തോന്നി. നമുക്ക് ആ സംരംഭകയിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഡോക്ടർ അനൂജ എന്ന സംരംഭകയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡോക്ടർ എന്നാണ് ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഡോക്ടറുടെ ആ ഒരു വഴി, ഒരു യാത്ര, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ എറണാകുളത്ത് ജനിച്ച് വളർന്ന് MBBS MD ഡെർമറ്റോളജി കഴിഞ്ഞിട്ട് എറണാകുളത്ത് 2005 പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവിടെ കോസ്മെറ്റിക് ഡെർമറ്റോളജി കാര്യമായിട്ടൊന്നുമില്ല. എനിക്കാണെങ്കിൽ അതായിരുന്നു കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ബാംഗ്ലൂർക്ക് പോയി. അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു, ഒരു 2-3 years നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി. പിന്നെ ഇവിടെ വന്നു തിരിച്ച് എറണാകുളത്ത് ഇവിടെ മറൈൻ ഡ്രൈവിലൊരു കായ സ്കിൻ ക്ലിനിക്കിൽ വർക്ക് ചെയ്തു ഒരു 2-3 years. അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുംബൈക്ക് പോയി. അത് എന്ന് വെച്ചാൽ എൻ്റെ ഓരോ കരിയർ ചേഞ്ചും എൻ്റെ കരിയർ പാത്ത്, അതായത് എനിക്ക് ഈ ജോബിൽ നിന്ന് ഇത് കിട്ടി, എനിക്ക് അടുത്ത ജോബിൽ നിന്ന് ഇത് വേണം, ആ ഒരു ലക്ഷ്യബോധത്തോടെ തന്നെയായിരുന്നു എൻ്റെ കരിയർ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ ആൻറ്റി ഏജിങ് ഇൻജക്റ്റബിൾസ്, ബോട്ടോക്സ്, ഫില്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേഷ്യൻസിൻ്റെ ഒരു എന്താ പറയുക ലൈൻസ്, റിങ്കിൾസ് മാറ്റുക, അല്ലെങ്കിൽ സ്കിൻ ലിഫ്റ്റ് ചെയ്യുക ഇഞ്ചക്ഷൻ വഴി ഒക്കെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സംഭവമാണ് എനിക്ക്. അപ്പോൾ അത് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു അടുത്ത ജോബിലേക്ക്, അപ്പം ബോംബെയിലേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ജോലിയായിരുന്നു ആസ് എ ട്രെയിനർ ഫോർ ഫില്ലേഴ്സ്. അപ്പം ഇന്ത്യയിലെ ഒരു മിനിമം ഒരു 5000 ഡോക്ടേഴ്സിനെങ്കിലും ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഫില്ലർ ഇഞ്ചക്ഷനായിട്ട്. അപ്പോൾ ആ ജോലി എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ പോകുമ്പോൾ അവർ എൻ്റെ സിംഗപ്പൂരും കൊലാലംപൂറും ഒക്കെ വിട്ടാണ് അവർ എന്നെ പഠിപ്പിച്ചത്. അപ്പം ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഒത്തിരി ഡോക്ടേഴ്സുമായിട്ട്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞൊരു ലെവൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ, ഇനി എന്നാൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ഒരു പാഷനോട് കൂടി അല്ല ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 2015. ആഫ്റ്റർ 10 years ഓഫ് പാസിംഗ് മൈ MD ഐ സ്റ്റാർട്ടഡ് മൈ ക്ലിനിക് സ്കിൻ എസൻസ്. നമ്മൾ 2015 ഇവിടെ കടവന്ത്ര എറണാകുളത്ത് ഇപ്പോൾ ഒരു 9 കൊല്ലമായി. അപ്പം ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഹാർഡായിട്ട് അങ്ങനെ ഒരു ഐ ഡോണ്ട് ബിലീവ് ഇൻ ഹാർഡ് സെല്ലിംഗ്, ബിക്കോസ് ഐ ബിലീവ് വാട്ട് ഐ ഡു ഇസ് നോട്ട് എ ബിസിനസ് പെർ സെ. യെസ്, ഞാൻ ബിസിനസ് സംരംഭകയാണെന്ന് പറയാം. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഡെഫിനറ്റ്ലി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലേസർ മേടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും. പക്ഷേ എൻ്റെ അടുത്ത് വരുന്നത് രോഗികൾ ആണ് എങ്കിൽ അവരുടെ രോഗം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ കറക്റ്റായിട്ട് ചെയ്യാം. അപ്പം അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഹെയർ ഫോളിന് വരുന്നൊരു കുട്ടി, അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിൽ ഒറ്റയടിക്ക് ഞാൻ PRP അവരെ ചെയ്തിട്ടല്ല എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ലാഭം ഉണ്ടാക്കണത്. എനിക്ക് അതിൻ്റെ പുറകെ അടുത്ത പേഷ്യൻ്റ് വരും, ലൈൻസും റിങ്കിൾസും ആണ് ഡോക്ടേഴ്സ്, എനിക്ക് സ്കിൻ ടൈറ്റൻ ചെയ്യണം, എനിക്ക് ബോട്ടിലും ടോക്സിനും ഫില്ലേഴ്സും ആണ് വേണ്ടത്. സോ ആവശ്യത്തിനുള്ള പേഷ്യൻസ് എനിക്ക് കിട്ടിക്കോളൂ. അല്ലാണ്ട് ഓരോ പേഷ്യൻറ്റും വരുന്നത് അനുസരിച്ച് ഞാൻ മാക്സിമം അവരുടെ ബില്ല് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അല്ലായിരിക്കണം എൻ്റെ മനോധർമ്മവും എൻ്റെ കർമ്മവും. ഐ believe that is something which I have stood by in the last 20 years, 18 or 19 years of my career. Okay. ഡോക്ടർ, ഒരു അവസാനത്തെ ചോദ്യം, നമുക്ക് വളരെ ചെറിയ കുറച്ച് സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ആ അവസാനത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഡോക്ടറുടെ ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം, ഈ പറഞ്ഞ രോഗികളിൽ നിന്നുള്ള റെസ്പോൺസിൽ ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം, മറക്കാനാകാത്തൊരു നിമിഷം ഒന്ന് വളരെ ചുരുക്കി ഒന്ന് പറയാമോ? സന്തോഷം ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എനിക്ക് ഒരു പേഷ്യൻ്റ് അടുത്ത് വന്നിരുന്നു. ദിസ് വാസ് അറൌണ്ട് 2-3 years ബാക്ക്. അപ്പോൾ ഒരു ഭയങ്കര സിവിയർ ഹെയർ ഫോൾ ആയിരുന്നു. ഞാൻ അവരുടെ അടുത്ത് വേറെ ഒന്നും പറഞ്ഞില്ല, ആകെ അവരെ കണ്ട് അവരോടൊരു 15 മിനിറ്റ് സംസാരിച്ച തൈറോയിഡ് ടെസ്റ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ തൈറോയിഡ് ഭയങ്കരമായിട്ട് കൂടി തൈറോയ്ഡ് ടോക്സിക്കോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഞാൻ കോസ്മെറ്റിക് ഡെർമറ്റോളജി ആണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ബേസിക് ആയിട്ടുള്ള MBBS MD ഡെർമറ്റോളജി എനിക്ക് അത്യാവശ്യമുള്ളിടത്ത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവർ പിന്നീട് എൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞു, ഇച്ചിരിയും കൂടെ ലേറ്റ് ആവാതെ കറക്റ്റ് സമയത്ത് എൻ്റെ അടുത്ത് വന്നതിൽ അവർ ഹാപ്പി ആയിരുന്നു. എന്നുവെച്ചാൽ മെഡിസിൻ കൊണ്ട് റിവേഴ്സ് ചെയ്യാവുന്നതാണ്, പക്ഷെ എന്നാലും അവർ 1-2 അടുത്ത് പോയിട്ട് അവർക്ക് ആ ഒരു കറക്റ്റ് വഴി കിട്ടിയില്ല മുടി കൊഴിച്ചിലിൻ്റെ അതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണിക്കണം. സോ ദാറ്റ് ഈസ്
ഇസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് മൈ എന്താ പറയുക ഹൈ പോയിന്റ്സ് ഇൻ മൈ കരിയർ ഇഫ് യു ആസ്ക് മീ. താങ്ക് യു ഡോക്ടർ, എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു ഞങ്ങൾക്കൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചത്. താങ്ക് യു. ലേഡീസ് ബാൻഡിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.